ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് നമ്മുടെ 5th സെമസ്റ്റർ ഇൻകം ടാക്സിൻ്റെ ലാസ്റ്റ് പാഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 5th സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ കഴിയുകയാണ്. നമുക്കതിൽ ആദ്യം എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്നാണ് നോക്കാനുള്ളത്. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഡിറൈവ്ഡ് ഫ്രം എ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. അതായത് ഇൻകം ഡിറൈവ്ഡ് ഫ്രം എ ലാൻഡ്, ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആയിരിക്കണം, ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം ആയിരിക്കണം. സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ആ സ്ഥലം എവിടെയുള്ളതായിരിക്കണം? ഇന്ത്യയിലുള്ളതായിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ആ ഇന്ത്യയിലുള്ള സ്ഥലം എന്തിനു വേണ്ടി യൂസ് ചെയ്തതായിരിക്കണം? അഗ്രികൾച്ചറൽ പർപ്പസ്, അതായത് കൃഷി ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്തതായിരിക്കണം. എന്നാൽ മാത്രമേ അത്തരം ഇന്ത്യയിലുള്ള അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച ലാൻഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിനെ നമ്മൾ ബ്രോഡായിട്ട് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെൻറ്റ് ഓർ റവന്യൂ റിസീവ്ഡ്, ദെൻ കൾട്ടിവേഷനിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ഇൻകംസ്, ദെൻ ആ അഗ്രികൾച്ചറൽ ലാൻഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ഫാം ബിൽഡിംഗ് അല്ലെങ്കിൽ ഫാം ഹൗസ് ഉണ്ട്. അതായത് നമ്മുടെ പത്തായപ്പര എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേമാതിരി കാര്യങ്ങൾ. ഫാം ഹൗസ് ഉണ്ട്, ആ ഫാം ഹൗസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത്. ഈ 3 കാര്യങ്ങളെയാണ് നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ ഇൻകമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഐറ്റത്തിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. ഇതിൽ ആദ്യത്തേത് റെൻറ്റ് ഓർ റവന്യൂ. ഇവിടെ റെൻറ്റ് ഓർ റവന്യൂ പറഞ്ഞു കഴിഞ്ഞാൽ, റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാടകയാണ്. അഗ്രികൾച്ചർ ലാൻഡ് പാട്ടത്തിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റിസീവ് ചെയ്യുന്ന റെൻറ്റിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കിട്ടുന്ന റെൻറ്റ് നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നും പറയുന്നില്ല, കൈൻഡ് ആയിട്ടായാലും മതി. അതായത് ഇപ്പം നമുക്കൊരു പാടശേഖരമാണുള്ളത്, ആ പാടശേഖരം അസസിക്ക് ഒരു പാടശേഖരമുണ്ട്, ആ അസസി ആ പാടശേഖരം എന്തിനു കൊടുത്തിട്ടുണ്ട്? പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളവെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കർഷകൻ എന്ത് തരുന്നു? പാട്ടമായിട്ട് തരുന്നത് പൈസയല്ല തരുന്ന, പകരം അവിടെ ഉണ്ടായ നെല്ലിൻ്റെ ഒരു ഭാഗമാണ് എന്തായിട്ട് തരുന്നത്? പാട്ടമായിട്ട് തരുന്നത് എന്ന് കരുതും. അപ്പോൾ അവിടെ റിസീവ് ചെയ്യുന്നത് ഇൻ കൈൻഡ് ആണല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ക്യാഷ് ഓർ കൈൻഡ് എന്ന് ഇവിടെ പറയുന്നത്. ഇനി മേ ബി റിസീവ്ഡ് ബൈ ദ ഓണർ ഫ്രം ദ ടെനൻറ്റ് ഓർ ടെനൻറ്റ് ഫ്രം സബ് ടെനൻറ്റ്. ആ ടെനൻറ്റിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശരിയാക്കണം കേട്ടോ. ടെനൻറ്റ് ഫ്രം സബ് ടെനൻറ്റ്, അതായത് നമ്മൾ ഓണർ എന്ത് ചെയ്തിട്ടുണ്ട്? ടെനൻറ്റിന് കൊടുത്തതാവാം, വാടകക്കാരന് കൊടുത്തതാവാം, ഇനി വാടകക്കാരിൽ നിന്ന് റിസീവ് ചെയ്യുന്നതാവാം ഈ റെൻറ്റ്, അല്ലെങ്കിൽ വാടകക്കാരൻ വീണ്ടും അത് വേറെ ആർക്ക് സബ്ലെറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആയാലും കുഴപ്പമില്ല, നമ്മൾ ആ റെൻറ്റിനെയും നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കുക. ദെൻ ഇവിടെ ഓണർഷിപ്പ് ഈസ് നോട്ട് നെസസറി, അതായത് സബ്ലെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓണർഷിപ്പ് ഉണ്ടായിരിക്കില്ലല്ലോ, അപ്പോൾ ഓണർഷിപ്പ് നിർബന്ധമാണ് എന്ന് പറയുന്നില്ല റെൻറ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത്. ഇനി റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം അതർ ദാൻ റെൻറ്റ് അല്ലാണ്ട് വേറെ എന്ത് വരുമാനം കിട്ടിയാലും നമ്മൾ അതിനെ പറയുന്നത് എന്താണ്? റവന്യൂ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റിന്യൂവൽ ഫീ കളക്റ്റഡ് ഫോർ റിന്യൂവിങ് ദ ലീസ് ടേം, അതായത് പാട്ടകാലാവധി കഴിയുന്ന സമയത്ത് നമ്മൾ പാട്ടം ഒതുക്കുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിന്യൂവൽ ഫീ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം റിന്യൂവൽ ഫീനെ നമ്മൾ റവന്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റെൻറ്റും റവന്യൂ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഐറ്റം, ദാറ്റ് ഈസ് ഇൻകം റിസീവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ, ഇനി പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ലാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എങ്ങനെയായിരിക്കണം? അഗ്രികൾച്ചറിൽ നിന്ന്. കൾട്ടിവേഷനാണ് എന്ന് പറയില്ല, അപ്പോൾ ആ കൾട്ടിവേഷനെയാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആക്കുന്നത്. അഗ്രികൾച്ചറാണ്. ഇവിടെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ബേസിക് ഓപ്പറേഷൻ ആവാം. അതായത് ബേസിക് ഓപ്പറേഷൻ, ഒരു അഗ്രികൾച്ചറിൻ്റെ ബേസിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലമൊക്കെ ഒന്ന് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഉഴുത് വൃത്തിയാക്കുക, ടില്ലിങ് നടത്തുക, അങ്ങനെയൊക്കെയാണ് നമ്മളതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അല്ലെങ്കിൽ സബ്സിക്വൻ്റ് ഓപ്പറേഷൻ ആകാം. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു പാടശേഖരമാണെന്ന്, പാടത്ത് നമ്മൾ നെല്ല് വിളയിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിവിടെ ബേസിക് ഓപ്പറേഷനായിട്ട് ആദ്യം ആ നിലമൊക്കെ ഒരുക്കി, ഇനി അതിന് ശേഷം നമ്മളവിടെ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് ഞാറ് നടുകയും അതേമാതിരി തന്നെ അതിന് വേണ്ടുന്ന വെള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും വളപ്രയോഗങ്ങൾ നടത്തുകയും അതേമാതിരി അതിൽ കളകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കും. അതൊക്കെയാണ് നമ്മൾ സബ്സിക്വൻ്റ് ഓപ്പറേഷനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിൽ ബേസിക് ഓപ്പറേഷനും ഉണ്ട്, സബ്സിക്വൻ്റ് ഓപ്പറേഷനും ഉണ്ട്. ഇനി പെർഫോമൻസ് ഓഫ് എ പ്രോസസ് ടു മേക്ക് ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റബിൾ. അപ്പോൾ എങ്ങനെ നെല്ലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മാർക്കറ്റ് ചെയ്യണം. അപ്പോൾ ഈ നെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നെല്ലിനെ എല്ലാം നമ്മൾ കൊയ്തെടുക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ് ഇൻ മാർക്കറ്റ്. എന്നിട്ട് നെല്ല് അരിയാക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ നമ്മൾ വിൽക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് മൊത്തം കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ കൾട്ടിവേഷൻ എന്നുള്ള സെക്കൻഡ് പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? അഗ്രികൾച്ചറിൽ ബേസിക് ഓപ്പറേഷനുണ്ട്, സബ്സിക്വൻ്റ് ഓപ്പറേഷനുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ മാർക്കറ്റബിളായി ആ പ്രൊഡ്യൂസിനെ, നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൽ നമ്മൾ വിൽപ്പന നടത്തുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളെയാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നെല്ലിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ടുള്ള എക്സാമ്പിളാണ്. ബാക്കിയുള്ള എല്ലാ കൃഷിക്കാര്യങ്ങളിലും ഇതേമാതിരി നമുക്ക് എക്സാമ്പിൾ പറയാം.
ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഫാം ബിൽഡിംഗ്. ഞാൻ പറഞ്ഞല്ലോ ഫാം ഹൗസിനെ കുറിച്ച്. ഫാം ഹൗസിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യുന്ന വരുമാനം. അപ്പോൾ ഈ ഫാം ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എവിടെയാണ് നമ്മുടെ നെൽകൃഷി എവിടെയാണോ നെല്ല് കൃഷി എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷി എവിടെയാണോ ആ കൃഷിക്ക് തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം ഈ ഫാം ഹൗസ് ഉണ്ടായിരിക്കുക. എന്താ പറയുന്നത്, ഷുഡ് ബി ഓക്യുപ്പൈഡ് ബൈ ദ കൾട്ടിവേറ്റർ ഓർ ലാൻഡ് ലോഡ്. ഇവിടെ ആരാണോ കൃഷി ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ആരാണോ അദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷനിൽ അദ്ദേഹത്തിൻ്റെ കൈവശാവകാശത്തിലുള്ളതായിരിക്കണം ഈ ഫാം ബിൽഡിംഗ്. ഇനി ഫാം ബിൽഡിംഗ് ഇൻ ദ ഇമ്മീഡിയറ്റ് വിസിനിറ്റി ഓഫ് ദ ലാൻഡ്. നമ്മുടെ എവിടെയാണോ നമ്മുടെ ഫാം ആ ഫാമിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം ഫാം ബിൽഡിംഗ്. ദെൻ യൂസ്ഡ് ആസ് ഡ്വെല്ലിംഗ് ഹൗസ് ഓർ സ്റ്റോർ ഹൗസ്. നമുക്ക് താമസിക്കാനുള്ള വീടായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് സ്റ്റോർ ഹൗസ് ആയിട്ട് നമുക്ക് ഈ ഫാം ബിൽഡിംഗ് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ലാൻഡ് മസ്റ്റ് ബി ഐദർ ഇൻ റൂറൽ ഏരിയ ഓർ ലാൻഡ് ഇൻ അർബൺ ഏരിയ മസ്റ്റ് ബി സബ്ജക്റ്റ് ടു ലാൻഡ് റവന്യൂ. ഇത് ഈ ഫാം ഹൗസിൻ്റെ ലാൻഡ് എന്ന് പറയുന്നത്, ഫാം ഹൗസും അതിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഫാമും ഉള്ള ലാൻഡ് എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലാവാം. ഇനി അഥവാ അത് അർബൺ ഏരിയയിലാണെങ്കിൽ അവിടെ നമ്മൾ ലാൻഡ് റവന്യൂവിൻ്റെ അണ്ടറിൽ വരുന്ന അർബൺ ഏരിയയെ മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന, അതായത് കൾട്ടിവേറ്ററിൽ ഒക്യുപ്പേഷൻ ഉള്ളതും നമ്മുടെ ഫാമിൻ്റെ ഇമ്മീഡിയറ്റ് വിസിറ്റിക്ക് ആയിട്ടുള്ളതും നമ്മൾ ഡ്വെല്ലിംഗ് ഹൗസ് അല്ലെങ്കിൽ സ്റ്റോർ ഹൗസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ അർബൺ ഏരിയ ആണെങ്കിൽ ലാൻഡ് റവന്യൂ കൊടുക്കുന്ന അർബൺ ഏരിയയിലുള്ളതായാലും, അപ്പോൾ അത്തരത്തിലുള്ള ഫാം ഹൗസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുള്ളൂ, നമുക്കതിനെ ഇൻകം ഫ്രം അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആയിട്ട് നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ 3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നമ്മൾ അർബൺ ഏരിയനെ കുറിച്ച്, റൂറൽ ഏരിയ ഓർ അർബൺ ഏരിയ വെൻ ദ ടാക്സ് ഇസ് കളക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതിൽ അർബൺ ഏരിയ എന്ത് എന്ന് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ അർബൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ഒരു ലാൻഡിനെ, അല്ലെങ്കിൽ ഒരു കണ്ടോൺമെൻറ്റ് ബോർഡിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു ലാൻഡിൻ്റെ, കണ്ടോൺമെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ മിലിറ്ററി ക്യാമ്പ്, നേവി ക്യാമ്പ് അങ്ങനത്തെ ക്യാമ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് നമ്മളിവിടെ കണ്ടോൺമെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊന്നും അല്ലാതെ, പക്ഷേ മുനിസിപ്പാലിറ്റി നമ്മുടെ ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടോൺമെൻറ്റ് ബോർഡിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10,000 ആളുകളിൽ കുറവാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 10,000 ആളിൽ കൂടുതലുണ്ട് എങ്കിൽ അവിടെ നമ്മൾ പറയുന്നതാണ് എന്ത്, അർബൺ ഏരിയ എന്ന്. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടതുണ്ട്, അതായത് ഈ 10,000 ആളുകളിൽ കുറവും അതേമാതിരി 1,00,000-ൽ കൂടുതലും ഉണ്ട് ആളുകൾ ആ മുനിസിപ്പാലിറ്റിയിലെങ്കിൽ അത്തരം മുനിസിപ്പാലിറ്റിയുടെ 2 കിലോമീറ്റർ ഉള്ളിലുള്ള ഏരിയനെ മൊത്തമായിട്ട് നമ്മൾ അർബൺ ഏരിയ എന്നാണ് പറയുക. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ ഏരിയ അളക്കുക എങ്ങനെയാണ്, നമ്മൾ ഈ 2 കിലോമീറ്റർ ഉള്ളിൽ എന്ന് പറയുന്നില്ലേ, അതായത് മുനിസിപ്പാലിറ്റിക്ക് ചുറ്റുമുള്ള 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളത് ലാൻഡ് വൈസ് ആയിട്ട് അളന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. നമ്മൾ എയർവേസിൽ നമ്മൾ അളന്നു കഴിഞ്ഞാലാണ്, അത് വായുവിലൂടെ നമ്മൾ അളക്കുന്ന സമയത്ത് 2 കിലോമീറ്റർ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അതേമാതിരി തന്നെ 1,00,000-ൽ കുറവും 10,00,000-ൻ്റെ ഇടയിലും, 1,00,000-ൻ്റെയും 10,00,000-ൻ്റെയും ഇടയിലാണ് നമ്മുടെ പോപ്പുലേഷൻ എങ്കിൽ ആ മുനിസിപ്പാലിറ്റിക്ക് ചുറ്റുപെട്ട് കിടക്കുന്ന 6 കിലോമീറ്ററിനെയും നമ്മൾ അർബൺ ഏരിയ എന്നാണ് നമ്മൾ പറയുക. ദെൻ അതേമാതിരി തന്നെ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 10,00,000-ൽ മേലെയാണ് എങ്കിൽ ആ ഏരിയയ്ക്ക് 4 ചുറ്റും കിടക്കുന്ന 8 കിലോമീറ്റർ സ്ഥലത്തിനെയും നമ്മൾ എന്താ പറയുക, അർബൺ ഏരിയ എന്നാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻസിഡൻസ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം, അതായത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം അല്ലാത്ത കുറേ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അതായിരിക്കണം, അതേമാതിരി തന്നെ ഇന്ത്യയിലുള്ള സ്ഥലമായിരിക്കണം, അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കൾട്ടിവേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലല്ലാതെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയണം ഇതൊന്നും അഗ്രികൾച്ചറൽ ഇൻകം അല്ല എന്ന് നമ്മൾ അറിയണം, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ് അതൊക്കെയെന്ന് നമുക്കറിയണം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സാലറി റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഫ്രം എനി ബിസിനസ് ഹാവിങ് അഗ്രികൾച്ചറൽ ഇൻകം. അതായത് അവിടുത്തെ ബിസിനസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്, അതായത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ബിസിനസ്. പക്ഷേ അത്തരം ബിസിനസ്സിൽ നിന്ന് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന സാലറീനെ ഒരിക്കലും നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ കമ്പനി എൻഗേജ് ഇൻ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. അഗ്രികൾച്ചറൽ ഓപ്പറേഷനിൽ എൻഗേജ് ചെയ്ത കമ്പനിയിൽ നിന്ന് ആർക്കെങ്കിലും ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് നമ്മൾ പറയാൻ പാടില്ല. Then the third one, income from salt produced by flooding the land with sea water. അതായത് നമ്മൾ ഉപ്പുണ്ടാക്കുന്നത് നമുക്കറിയാലോ, സീ വാട്ടറിൽ നിന്ന് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ സീ വാട്ടർ നമ്മൾ ബണ്ട് കെട്ടി നിർത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്, ഉപ്പുണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത്തരം ഇൻകത്തിനെ നമുക്ക് ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് നമ്മൾ പറയാൻ പാടില്ല.
ദെൻ ഇൻകം ഫ്രം ഫിഷറീസ്, പോൾട്രി ഫാമിംഗ്, ഡയറി ഫാമിംഗ്, ബട്ടർ ആൻഡ് ചീസ് മേക്കിംഗ് എക്സെട്ര. ഇതൊന്നും തന്നെ നമ്മൾ പോൾട്രി ഫാം ചെയ്യുന്നത്, ഡയറി ഫാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ബട്ടറും ചീസും ഉണ്ടാക്കുന്ന അങ്ങനത്തെ വരുമാനങ്ങളെ ഒന്നും തന്നെ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇതിൽ ചുരുക്കം പറയുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളെ മാത്രമേ നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് പറയുന്നുള്ളൂ. ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാറ് എപ്പോഴും അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഫിഷറീസോ പോൾട്രി ഫാമിങ്ങോ ഡയറി ഫാമിങ്ങോ ബട്ടറും ചീസും ഉണ്ടാക്കുന്നത് അതൊന്നും തന്നെ നമുക്ക് എന്തല്ല അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ദെൻ നെക്സ്റ്റ് ബ്രീഡിങ് ആൻഡ് റിയറിങ് ഓഫ് ലൈവ് സ്റ്റോക്ക്. നമ്മൾ കന്നുകാലികൾ വളർത്തുന്നതൊന്നും അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ മണി ലെൻഡർ ഇൻ ദ ഫോം ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അതായത് ചിലപ്പോൾ കർഷകർക്കൊക്കെ മണി ലെൻഡർ പലിശക്കാരൻ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കർഷകൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസുകൾ എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ പറയട്ടെ നെല്ലായിട്ടാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കും. അപ്പോൾ അത്തരം നെല്ലാണ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത് എങ്കിലും ആ ഇൻട്രസ്റ്റിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല, അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് സ്റ്റാൻഡിങ് ക്രോപ്സ് ആഫ്റ്റർ ഹാർവെസ്റ്റ് വേർ സച്ച് ക്രോപ്സ് വെർ എക്വയർഡ് ത്രൂ പർച്ചേസ്. നമുക്കറിയാലോ, നമ്മുടെ നെൽകൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ലൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് അവസാനം അവിടെ വൈക്കോലൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വൈക്കോൽ വിറ്റിട്ട് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് സ്റ്റാൻഡിങ് ക്രോപ്സ് ആഫ്റ്റർ ഹാർവെസ്റ്റ്, അത്തരം കാര്യങ്ങളെ നമുക്ക് എന്തായിട്ട് പറയില്ല, നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകമായിട്ട് നമ്മൾ പറയാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് റോയൽറ്റി ഇൻകം ഫ്രം മൈൻസ്. Then remuneration to a director or managing director from a company engaged in agricultural business. അത് നമ്മൾ ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പറഞ്ഞ പോലെ തന്നെയാണ്. അഗ്രികൾച്ചറൽ ഇൻകം, അഗ്രികൾച്ചർ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സാണ്. പക്ഷേ അവിടെ നിന്ന് ഡയറക്ടർക്ക് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർക്ക് കിട്ടുന്ന വരുമാനങ്ങളൊന്നും അഗ്രികൾച്ചറൽ ഇൻകം അല്ല. അവർക്കൊക്കെ കിട്ടുന്ന സാലറി ആണല്ലോ. ദെൻ ദ 10th item, ഇൻകം എൻഗേജ് ബൈ എ കൾട്ടിവേറ്റർ ഫ്രം എ കൺവേർഷൻ ഓഫ് ഷുഗർ കെയിൻ ടു ജാഗറി. അതായത് നമ്മൾ കരിമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗ്രികൾച്ചറൽ ഇൻകം, കരിമ്പ് വിറ്റിട്ട് പൈസ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം. പക്ഷേ ഈ കരിമ്പ് മാറ്റിയിട്ട് നമ്മൾ ജാഗറിയാക്കി മാറ്റുന്നു, അതായത് നമ്മൾ ശർക്കരയാക്കി മാറ്റുന്നു, എന്നിട്ട് ആ ശർക്കര വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നേരിട്ട് ഷുഗർ കെയിൻ വിൽക്കുകയാണെങ്കിൽ അത് അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ അരിയേഴ്സ് ഓഫ് ദ റെൻറ്റ് റിസീവബിൾ ഇൻ റെസ്പെക്ട് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. അതായത് നമുക്ക് അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് കുറച്ച് റെൻറ്റ് റിസീവ് ചെയ്യാനുണ്ട്. ആ റെൻറ്റ് നമുക്ക് കൃത്യസമയത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാത്തത് കൊണ്ട് ആ റെൻറ്റിൻ്റെ കൂടെ നമ്മൾ പലിശയും കൂടി നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെന്ന് കരുതും. അപ്പോൾ അതിലെ റെൻറ്റ് നമുക്ക് ഓക്കെ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. പക്ഷേ അതിൻ്റെ കൂടെ റിസീവ് ചെയ്യുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ ഒരിക്കലും അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് വൺ, ഇൻകം ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് സിറ്റുവേറ്റ് ചെയ്യുന്ന ലാൻഡിൽ നിന്ന് നമുക്ക് വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നമ്മൾ എഴുതില്ല. നമ്മളത് അത്തരം ഐറ്റംസ് നമ്മൾ ഇൻകം ഫ്രം അതർ സാലറീസിലാണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ ആനുറ്റി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഇൻ കൺസിഡറേഷൻ ഓഫ് ദ ട്രാൻസ്ഫർ ഓഫ് എൻ അഗ്രികൾച്ചറൽ ലാൻഡ്. ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കൺസിഡറേഷൻ കിട്ടുന്ന ആനുറ്റി എമൗണ്ടിനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റില്ല, അഗ്രികൾച്ചർ ലാൻഡായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ദെൻ ഇൻകം ഓൺ സപ്ലൈ ഓഫ് വാട്ടർ ഫോർ അഗ്രികൾച്ചർ ഓപ്പറേഷൻ. അഗ്രികൾച്ചറൽ ഓപ്പറേഷന് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കൊടുക്കുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിനെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമുക്ക് പറയാൻ പാടില്ല. ദെൻ ഇൻകം ഫ്രം സെയിൽ ഓഫ് ട്രീസ് ആൻഡ് ഗ്രാസ് ഗ്രോൺ സ്പോണ്ടേനിയസ്ലി വിത്തൗട്ട് എനി ഹ്യൂമൻ എഫേർട്ട്. അതായത് നമ്മുടെ വലിയ പറമ്പുകളിലൊക്കെ നമ്മൾ ഈ വലിയ വലിയ തേക്കും തൈകളും അതേമാതിരി തന്നെ മഹാഗണി, മാവ്, പ്ലാവ് അങ്ങനത്തെയൊക്കെ കാണില്ലേ, അതൊക്കെ തന്നെ ഉണ്ടായതാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ തന്നെ ഉണ്ടായ മരങ്ങൾ, സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായ മരങ്ങൾ, അതാണ് അവിടെ ട്രീസ് ആൻഡ് ഗ്രാസസ്. അതൊക്കെ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളെ നമ്മൾ എന്തായിട്ട് പറയാൻ പറ്റില്ല, നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അത് പ്ലാന്റേഷൻ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ അണ്ടറിൽ വരും. പക്ഷേ ഒരിക്കലും സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടായ മരങ്ങൾ വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ അണ്ടറിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല. ദെൻ ഇതിൽ ഇനി നമുക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ അണ്ടറിൽ വരില്ല. ഇനി ഇതിൽ തന്നെ വേറെ കുറച്ച് സ്പെഷ്യൽ കേസസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതിൽ ചില സ്പെഷ്യൽ കേസസ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ അഗ്രികൾച്ചറൽ കാര്യങ്ങൾ മാത്രം ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ കുറച്ച് ബിസിനസ് കാര്യങ്ങളും കൂടി, ബിസിനസ് ഇൻകം കൂടി അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മളതിന് ഉദാഹരണങ്ങളാണ് റബ്ബർ, കോഫി, ടീ എന്നുള്ളതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്. അപ്പോൾ ഈ റബ്ബറൊക്കെ മാനുഫാക്ചർ ചെയ്തിട്ട് റബ്ബർ വെറുതെ ആ റബ്ബറിൻ്റെ പാലെടുത്തിട്ടല്ലല്ലോ നമ്മൾ വിൽക്കുക, റബ്ബർ ഷീറ്റ് ആക്കിയിട്ട് നമ്മൾ വിൽക്കല്ലേ ചെയ്യുന്നത്.
അതേമാതിരി തന്നെ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഫി നമ്മളതിനെ മാനുഫാക്ചർ ചെയ്തിട്ടല്ലേ നമുക്കതിനെ വിൽപ്പന നടത്താൻ പറ്റുള്ളൂ. അതേമാതിരി തന്നെ നമ്മൾ ചായയുടെ കാര്യത്തിലും ടീയുടെ കാര്യത്തിലും അതിനെ മാനുഫാക്ചർ ചെയ്തതിന് ശേഷം നമുക്കത് വിൽപ്പന നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്, റബ്ബറും കോഫിയും ടീയും. അപ്പോൾ അത് റൂൾ 7A പ്രകാരം റബ്ബറിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്നും 7B പ്രകാരം കോഫി എങ്ങനെ വാല്യൂ ചെയ്യേണ്ടതെന്നും റൂൾ 8 പ്രകാരം എങ്ങനെയാണ് ടീനെ വാല്യൂ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇതിന് കുറച്ച് ഭാഗം അഗ്രികൾച്ചറൽ ഇൻകം, കുറച്ച് ഭാഗം ബിസിനസ് ഇൻകം ആണ്. അപ്പോൾ നമുക്കൊരു 1 ലക്ഷം രൂപ റബ്ബർ ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് റബ്ബർ തന്നിട്ടുണ്ട്, 1 ലക്ഷം രൂപ തന്നിട്ടുണ്ടെങ്കിൽ അതിലെ 65,000 രൂപ നമ്മൾ എന്തായിട്ട് എടുക്കണം, അഗ്രികൾച്ചറൽ ഇൻകവും അതിലെ ബാക്കി 35,000 രൂപ ബിസിനസ് ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. 60% അഗ്രികൾച്ചറും ബിസിനസ് ഇൻകം 35%. ഇനി ഈ കോഫിയുടെ കേസിൽ 7Bയിലുള്ള റൂൾ 7Bയിലുള്ള കോഫിയുടെ കേസിൽ 2ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് കോഫീനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇൻകം ഡിറൈവ്ഡ് ഫ്രം സെയിൽ ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡ്. അതായത് റോ കോഫിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റോ കോഫി ആണെങ്കിൽ കൂടുതൽ മാനുഫാക്ചറിംഗ് ഒന്നും അവിടെ നടത്തിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതിന് അഗ്രികൾച്ചറൽ ഇൻകം 70%, ബിസിനസ് ഇൻകം 20% വേണ്ടു. അതേ സമയത്ത് ഇൻകം ഡിറൈവ്ഡ് ഫ്രം സെയിൽ ഓഫ് കോഫി ഗ്രോൺ, കേർഡ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ്. അതായത് അത് റോസ്റ്റ് ചെയ്ത് നല്ല പൊടിച്ച് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള കാപ്പിപ്പൊടിയായിട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് അവിടെ അഗ്രികൾച്ചർ ബിസിനസ് ഇൻകം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ബിസിനസ് കാര്യങ്ങൾ കുറച്ചും കൂടി, മാനുഫാക്ചറിങ് കുറച്ചും കൂടി കൂടുന്നുണ്ട്. അപ്പോൾ അവിടെ അഗ്രികൾച്ചറൽ ഇൻകം അതിൽ നിന്നുള്ളത് 60% മാത്രമേ ഉള്ളൂ. 40% എന്താണ്, ബിസിനസ് ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ദെൻ ഇനി ടീയുടെ കേസാണ്. ടീയുടെ കേസിൽ പറയുന്നത് ഇതേമാതിരി തന്നെ നമ്മുടെ റോസ്റ്റഡ് കോഫിയുടെ കേസ് പോലെ തന്നെയാണ്. 60% അഗ്രികൾച്ചറും 40% ബിസിനസ് ഇൻകം. അപ്പോൾ ഇതിൽ മെയിനായിട്ടൊരു പോർഷൻ വരുന്ന ഒരു പ്രോബ്ലം പോർഷൻ വരുന്ന ഒരു കാര്യമാണ് ഈ പെർസെൻറ്റേജുകൾ. അപ്പോൾ ഈ പെർസെൻറ്റേജുകൾ നമ്മൾ പഠിച്ചു വെക്കണം. റബ്ബർ ഇത്ര രൂപയ്ക്കുള്ളത് ഉണ്ടെന്ന് പറയും. അപ്പോൾ അതിൽ അഗ്രികൾച്ചറൽ ഇൻകം ഇത്ര രൂപയുടെയെന്നും ബിസിനസ് ഇൻകം, നോൺ അഗ്രികൾച്ചറൽ ഇൻകം, ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഇത്ര രൂപയെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ അറിയണമെങ്കിൽ ഈ പെർസെൻറ്റേജ് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഷുഗർ ഫാക്ടറി പ്രോസസ്ഡ് 20,000 ക്വിൻ്റൽസ് ഓഫ് ഷുഗർ കെയിൻ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ, out of which 5,000 quintals of cane was produced in its own farm at a cost of rupees 1,14,000. ഷുഗർ ഫാക്ടറി പ്രോസസ്സ് ചെയ്യുന്നതിന് 20,000 കിൻഡൽ ഷുഗർ കെയിൻ ആവശ്യമാണ്. അതിൽ 5,000 കിൻഡൽ ഷുഗർ കെയിൻ അവരുടെ തന്നെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി 1,14,000 രൂപ ചിലവായിട്ടുണ്ട്. Any sugarcane produced in the farm is not sufficient to meet the requirement of the sugar mill, and hence they also bought 15,000 quintals of cane at the rate of ₹45 directly from the farm. അപ്പോൾ 20,000 കിൻഡൽ ഉണ്ടാക്കണമെങ്കിൽ ആകെ 5,000 കിൻഡലാണ് അവരുടെ ഫാമിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബാക്കി 15,000 കിൻഡൽ പുറത്തുനിന്ന് വാങ്ങുകയാണ്. ഒരു കിൻഡലിന് 45 രൂപ വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ പുറത്തുനിന്ന് വാങ്ങിയത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണോ ഉണ്ടാക്കിയത് അത് മാത്രമേ നമുക്ക് ഈ 5,000 കിൻഡലിന് വെച്ചിട്ടേ നമുക്ക് പ്രോബ്ലത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡ്യൂറിംഗ് ദ റെലവൻറ്റ് ഇയർ ദ കമ്പനി മേഡ് എ പ്രോഫിറ്റ് ഓഫ് rupees 1,75,000. 1,25,000 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ ദ അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നമ്മളതിൽ ആദ്യം നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് ഷുഗർ കെയിൻ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര രൂപയായി നമ്മൾ എഴുതി വയ്ക്കും. പക്ഷേ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കെയിൻ പ്രൊഡ്യൂസ് ഇൻ ദ ഫാം ദാറ്റ് ഈസ് 5,000 കിൻഡൽസ് ആയിരുന്നു, 45 rupees തന്നെ. പുറത്ത് എന്താണോ വില അത് തന്നെയല്ലോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ വില പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് 2,25,000 കിട്ടും. ഇനി നമ്മൾ കെയിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് വന്ന കോസ്റ്റ് എത്രയായിരുന്നു, 1,14,000 ആയിരുന്നല്ലോ. അപ്പോൾ ഈ 2,25,000 1,14,000 കുറച്ചിട്ട് ബാക്കി അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 1,11,000 രൂപ. അതൊക്കെ സിമ്പിളാണല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്, 1,75,000. ഇതിൽ അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ്, 1,11,000 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ല. അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് എത്രയായിരിക്കും, നോൺ അഗ്രികൾച്ചറൽ ഇൻകം അതായത് ബിസിനസ് ഇൻകം ആണ് 64,000 രൂപ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From the following information, compute agricultural income for the assessment year 2020-21. Lease rent received from lands given to tenant for agricultural operation ₹48,000. അതായത് നമ്മൾ അഗ്രികൾച്ചർ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാടകക്കാരിൽ നിന്ന് നമുക്ക് 48,000 രൂപ കിട്ടി. അപ്പോൾ അത് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം ആണ് എന്ന് നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ലാൻഡ് ലോഡ്സ് ഷെയർ. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് നമ്മൾ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പൈസയും അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ദെൻ പേയ്മെൻറ്റ്, ഇനി വരുന്നതൊക്കെ എക്സ്പെൻസസ് ആണ് കേട്ടോ. അപ്പോൾ ആ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ ഈ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വിൽക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളതൊക്കെ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. കോസ്റ്റാണ് വരുന്നത് അതൊക്കെ.
എന്തൊക്കെയാണ് പറയുന്നത്? പേയ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ടാക്സ് ഓൺ അഗ്രികൾച്ചർ ലാൻഡ് നമുക്ക് മൈനസ് ചെയ്യാം. ദെൻ എക്സ്പെൻസസ് ഓഫ് പവർ, ഇറിഗേഷൻ സെസ് ആൻഡ് ഫാർമർ ലേബർ അതൊക്കെ വരുമല്ലോ. നമുക്ക് കുറച്ച് കറണ്ടിൻ്റെ ചിലവ് വരും, അതേമാതിരി വെള്ളത്തിന് ചിലവ് വരും, അതേമാതിരി അതിൽ പണിക്കാരെ നമ്മൾ വെക്കണം, സെസ് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടുന്ന ചിലവുകൾ മൈനസ് ചെയ്യാം. പർച്ചേസ് ഓഫ് സീഡ് പർച്ചേസ് ചെയ്തിട്ടല്ലേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ട്രാക്ടർ ഹയർ ചാർജസ് ഫോർ അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് 2500 രൂപ, അതും നമ്മൾ മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ നമ്മൾ പ്രോബ്ലം ചെയ്യാം? നമ്മൾ ആദ്യം ലീസ് റെൻറ്റ് കിട്ടിയതും എഴുതി, അതേമാതിരി തന്നെ നമ്മൾ ആ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് 30,000 രൂപ കിട്ടി. അപ്പോൾ മൊത്തം 78,000 രൂപ നമുക്ക് റെസിപ്റ്റ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ചിലവായ എക്സ്പെൻസസ്: ടാക്സ് ഓൺ അഗ്രികൾച്ചർ ലാൻഡ് 6,000, പവർ, ഇറിഗേഷൻ സെസ് ആൻഡ് ഫാംസ് ലേബർ 10,000, ദെൻ സീഡ്സ് 1,000, ട്രാക്ടർ ഹയർ ചാർജസ് 2,500. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 78,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 58,500 ആസ് അഗ്രികൾച്ചറൽ ഇൻകം. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. മിസ്റ്റർ ജോണി ഹാസ് എസ്റ്റേറ്റ്സ് ഇൻ റബ്ബർ, ടീ ആൻഡ് കോഫി. He derives income from them. He has also a nursery where he grows plants and seeds. അതായത് റബ്ബറും ടീയും കോഫിയും എല്ലാം ഉള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്. അതിൽ അദ്ദേഹം കുറച്ച് നഴ്സറിയും കൂടി ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് പ്ലാന്റ്സിനെ വളർത്തുകയും അത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രം ദ പ്രീവിയസ് ഇയർ എൻഡിങ് ഓൺ 31/3/2019 he furnishes the following particulars of his sources of income from estates and sale of plants. You are required to compute the taxable income for the assessment year 2020-21. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകംസ് എന്തൊക്കെയാണ് തന്നിരിക്കുകയാണ്? 4 ഇൻകംസ് ആണ് തന്നത്. മാനുഫാക്ചർ ഓഫ് റബ്ബറിൽ നിന്ന് അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയണം റബ്ബറിൽ നിന്ന് നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് എന്തുള്ളത്, നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകം ഉള്ളത് എന്ന് നമുക്കറിയണം. ആ പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ മാനുഫാക്ചർ ഓഫ് കോഫി ഗ്രൂൺ ആൻഡ് കോഡ് 3,50,000, മാനുഫാക്ചർ ഓഫ് ടീ 7 lakh, സെയിൽ ഓഫ് പ്ലാന്റ് ഫ്രം നഴ്സറി rupees 1 lakh. അത് നമുക്ക് എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം. ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിന് നമുക്ക് ശരിക്കും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ അഗ്രികൾച്ചറൽ പോർഷൻസിന് ഒന്നും തന്നെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ ഇതിൽ സെയിൽ ഓഫ് പ്ലാന്റ് ഫ്രം നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി അഗ്രികൾച്ചറൽ ഐറ്റമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എക്സംപ്റ്റഡ് ആണ്. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ നമ്മൾ എന്താണോ അതിൻ്റെ ബിസിനസ് ഇൻകം ഉള്ളത് അതിന് മാത്രം നമ്മൾ എഴുതുക. എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. അതായത് നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സ്പെഷ്യൽ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു റബ്ബറാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? 65% അഗ്രികൾച്ചറും 35% ബിസിനസ്സും ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ 65% അഗ്രികൾച്ചറൽ ഇൻകം ആയതുകൊണ്ട് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇതിൻ്റെ 5 lakhൻ്റെ 35% എത്രയാണോ അതാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം വരുന്നത്. അത് നമ്മൾ ഓരോന്നിൻ്റെയും അതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. മാനുഫാക്ചർ ഓഫ് റബ്ബർ 5 lakh into 35%, that is 1,75,000. അതേമാതിരി തന്നെ കോഫി ഗ്രോൺ ആൻഡ് കേർഡ് ആണെങ്കിൽ എന്താ പറയുന്നത്? 3,50,000 into 25% ആണ് ബിസിനസ്. ബാക്കി 75% അഗ്രികൾച്ചറിലാണല്ലോ. അപ്പോൾ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ മാനുഫാക്ചർ ഓഫ് ടീ ആണെങ്കിൽ 7 lakh into 40%, that is 2,80,000. ഇനി സെയിൽ ഓഫ് പ്ലാന്റ് ഫ്രം നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി അഗ്രികൾച്ചറൽ ഇൻകം ആണ്. അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 3 കൂടി ആഡ് ചെയ്തു. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ദ ടാക്സബിൾ ഇൻകം ആസ് 5,42,500. Okay, now we are moving to the next portion, that is calculation of agricultural income. എങ്ങനെയാണ് അഗ്രികൾച്ചറൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക? ഇനി അഗ്രികൾച്ചറൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് അതിൻ്റെ ടാക്സ് കാൽക്കുലേഷനാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഗ്രികൾച്ചറൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടാക്സ് കാൽക്കുലേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകത്തിനെയും നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിനെയും ടോട്ടൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വരുന്ന സ്ലൈഡുകൾ ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം കൂടി കൂട്ടി എന്നിട്ട് അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അഗ്രികൾച്ചറൽ ഇൻകം നോൺ ടാക്സബിൾ ലിമിറ്റ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. ഈ നോൺ ടാക്സബിൾ ലിമിറ്റൊക്കെ പഠിപ്പിച്ചു തരാം. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം നോൺ ടാക്സബിൾ ലിമിറ്റും കൂടി കൂട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ മുകളിൽ ടാക്സ് കണ്ടു. അപ്പോൾ സ്റ്റെപ്പ് 1ലും ടാക്സ് കണ്ടിട്ടുണ്ട്, സ്റ്റെപ്പ് 2ലും നമ്മൾ ടാക്സ് കണ്ടിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ സ്റ്റെപ്പ് 1ൽ നിന്ന് സ്റ്റെപ്പ് 2 മൈനസ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ സെസ് വരുന്നുണ്ടായിരിക്കും. 4% സെസ് എന്തായെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത് അതാണ് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിക്ക് നമുക്ക് എന്താ പറയുന്നത്? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് ഒരു എക്സംപ്റ്റഡ് ഐറ്റമാണ്. നമ്മൾ ടോട്ടൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? എക്സംപ്റ്റഡ് ഐറ്റം ആണ് എങ്കിലും നമ്മൾ ടോട്ടൽ ഇൻകം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിത് എഴുതും. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു അംശം നമുക്ക് എന്താണ്? നമുക്കിത് ടാക്സ് കൊടുക്കുന്നുണ്ട്. നമുക്കിത് എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ചെറിയൊരു അംശം ടാക്സ് കൊടുക്കുന്നുണ്ട്. അതാണ് അതിൽ
ഒറിജിനലി നടക്കുന്ന കാര്യം. അപ്പോൾ ഇൻകം ടാക്സുകാർ സൂത്രത്തിൽ നമ്മളിൽ നിന്ന് ഈ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ നിന്ന് നമ്മുടെ ടാക്സ് അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് പ്രോബ്ലം ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടാക്സ് റേറ്റുകളെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ടാക്സ് റേറ്റുകൾ ഇൻഡിവിജ്വലിൻ്റെ ഉണ്ട്, HUFൻ്റെ ഉണ്ട്, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇങ്ങനെ എല്ലാവരുടെയും നമ്മൾ ടാക്സ് റേറ്റുകൾ എത്രയെന്ന് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻകം ടാക്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് പഠിക്കാൻ പറ്റുള്ളൂ, നമുക്ക് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടീച്ചർ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക്